ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഈസി ഹൈടെക് സ്കൂളാണ്. എല്ലാ ഹൈടെക് ഫെസിലിറ്റിയോടും കൂടിയാണ് നമ്മുടെ ഈ സ്കൂള് പ്രവർത്തിച്ചു പോരുന്നത്. 2018 മുതൽ ഈസി ഹൈടെക് ആയിട്ടാണ് നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എല്ലാം പഴയതാണ്, പക്ഷേ ഫെസിലിറ്റി നമ്മൾ ഏറ്റവും ഹൈടെക് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 2018 നമ്മൾ ഹൈടെക് ഫെസിലിറ്റിയിലോട്ട് വന്നത്. അന്ന് മുതൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോയിട്ടുണ്ടായി. യൂസഫലി സാറ് നമുക്ക് വാഹനം 2 ബസ്സാണ് നമുക്ക് തന്നത്. അതെല്ലാം നമ്മുടെ സ്കൂൾ ഒരു സ്പെഷ്യലായിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. 169 കുട്ടികൾ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 360. അത് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, ഒരു UP സെക്ഷൻ വരെയുള്ള സ്കൂളിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്ട്രെങ്ത് ആണ് നമുക്കുള്ളത്. Coming March 1st, our school anniversary. Minister is coming as a guest. VN Vasavan and MB Francis Third are coming. പുതുപ്പള്ളി ഗ്രൗണ്ടിന്റെ അവിടെ നമ്മുടെ സ്കൂളിലേക്ക് ഒരു സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. ഒരു സാംസ്കാരിക സമ്മേളനം രാവിലെ 9 മണിക്ക് തുടങ്ങും. അതിന്റെ ഒപ്പമാണ് നമുക്ക് ഈ വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളും വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരു മെഗാഷോയോട് കൂടിയാണ്, വൈകുന്നേരം ഒരു മെഗാഷോയോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരെയും, എല്ലാ മാധ്യമപ്രവർത്തകരെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈൻഡപ്പ് ചെയ്യാം. പവതിയും പുതരിൽ പാലും പാഴവും നല്ല ശർക്കരയും അതിതന്റെ വേഷപൂണ്ടരനും. പവതിയും പുതരിൽ പാലും പാഴവും നല്ല ശർക്കരയും ഇഷ്ടഭോജനങ്ങൾ വാച്ചിതാ കൈതോഴുന്നേ ഹാരനും ശിവനും താനും മരിത്തേ കാലം അതിതന്റെ വേഷപൂണ്ടരനും.